അങ്ങനെ നമ്മുടെ ഗണേഷ് കുമാറോട് സുരേഷ് ഗോപിയുടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം എല്ലാരും കണ്ടല്ലോ ആ ഒരു പെരുമാറ്റത്തിനെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് നമ്മുടെ പത്രപ്രവർത്തകര് നമ്മുടെ ഗണേഷ് കുമാറോട് ചോദിക്കണം, നമ്മുടെ മന്ത്രിയോട് ചോദിക്കണം. നമുക്ക് കേട്ടോക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വലിയ വിമർശനം വന്നിട്ടുണ്ട്. ഒരു വിമർശനം വരുമ്പോൾ കണക്ക് കൊടുത്തെന്ന് പറയുന്നത് വളരെ മോശമായി താങ്കളുടെ സഹപ്രവർത്തനം കൂടിയായിരുന്നു. ഇനി അദ്ദേഹത്തെ കുറിച്ച് ഞാനൊന്നും പറയില്ല, കാരണം അദ്ദേഹത്തെ കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനിയിപ്പോ എല്ലാവരും അനുഭവിച്ചോളുക എന്നുള്ളതേ ഉള്ളൂ. ഒന്ന് കഴിഞ്ഞുള്ളൂ, ഇപ്പതേ അടുത്തത്. ഇങ്ങനെ ഞാൻ പറഞ്ഞതിൽ എന്തും തെറ്റി. ഞാൻ എന്റെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്റെ പ്രസംഗങ്ങൾ കേട്ട് പലരും എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താ കുഴപ്പം എന്ന് ചോദിച്ച ഒരാൾ നിലയിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനല്ല കുഴപ്പം, തിരഞ്ഞെടുത്ത തൃശ്ശൂരുകാർക്കാണ് അബദ്ധം പറ്റിയത്. സത്യം പറഞ്ഞ സുരേഷ് ഗോപിനെ അവന്റെ കീറി അങ്ങോട്ട് മുറിച്ച് അതിനുള്ള എന്ത് പറയാനാണ്. അതെ, ഇത് ഞാൻ പറഞ്ഞതല്ലേ ഇലക്ഷൻ മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ എനിക്കൊരു പ്രശ്നമല്ല. എനിക്കറിയാവുന്ന ആളിനെ വർഷങ്ങളായിട്ട് അറിയാവുന്ന സ്വഭാവമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് പുള്ളി പറഞ്ഞ പോയിന്റാണ്. ശരിക്കും പുള്ളി പറഞ്ഞൊരു പോയിന്റാണ്. വർഷങ്ങളായിട്ട് പുള്ളിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് പുള്ളിക്ക് എന്തായാലും സുരേഷ് ഗോപിനെ ഓൾമോസ്റ്റ് അറിയാൻ പറ്റും. പുള്ളിയുടെ രാഷ്ട്രീയ രീതി ആയാലും പുള്ളിയുടെ ക്യാരക്ടർ എന്താണെന്ന് ഓൾമോസ്റ്റ് അറിയാൻ പറ്റും. ഏതായാലും തൃശ്ശൂർകാർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകട്ടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ. വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം പരചന്ദ്രന്റെ അഭിനയിച്ച ശേഷം അദ്ദേഹത്തിന്റെ കാറിന്റെ പുറയിൽ എപ്പോഴും ഒരു SP തൊപ്പി ഉണ്ടായിരുന്നു. മനസ്സിലായി? കാറിന്റെ പുറയില്, കാറിന്റെ ഗ്ലാസിനവിടെ പുറത്തേക്ക് നോക്കി നമ്മൾ സാധാരണ SP പണ്ട് പോകുമ്പോൾ അവരുടെ തൊപ്പി ഊരി പുറയിൽ വെച്ച് അദ്ദേഹത്തിന്റെ കാറിന്റെ പുറകെ കുറെ കാലം, ഞാൻ തമാശ പറഞ്ഞല്ല, ഓർമ്മയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ ഒരു SP IPS എന്ന് എഴുതിയൊരു തൊപ്പി കാറിന്റെ സീറ്റിന്റെ പുറകിൽ നിന്ന് കണ്ണാടി കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോ എന്താ പറയാ, ചിലപ്പോ പുള്ളി അഭിനയിച്ച സിനിമയോടുള്ള ഭ്രമം കൊണ്ടാവാം, ചിലപ്പോ എന്തിനാ ആ ഒരു ക്യാരക്ടർ കൊണ്ട് ലൈഫ് ചേഞ്ച് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ തോന്നിയിട്ട് ചിലപ്പോൾ അങ്ങനെ സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി ഗണേഷ് കുമാറിന് കുറെ നാളുകളായിട്ട് സുരേഷ് ഗോപിനെ അറിയാവുന്നത് കൊണ്ട് പുള്ളി ഓക്കെ ആയിരിക്കും അല്ലേ സുരേഷ് ഗോപി? ഇറങ്ങിപ്പോയോ കയറിയൊന്നും എനിക്കറിഞ്ഞൂടാ. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് തിരുവനന്തപുരത്തുള്ളവർക്ക് അറിയാം, കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ചോദിച്ചാൽ പറഞ്ഞു തരും. നമ്മളിൽ ഇപ്പൊ വീഡിയോ ഒന്നുമില്ല. അങ്ങനെ സാധനം ഉണ്ടായിരുന്നു. ആരോട് പറയാം? ആക്ഷനൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഞാൻ സംവിധായകനല്ലല്ലോ, കട്ട് പറയാൻ. ആക്ഷന് റിയാക്ഷനൊക്കെ അവരുടെ ഇഷ്ടം. നമ്മൾ കട്ട് പറയാൻ കട്ട് പറയേണ്ട സംവിധായകർ പറയും, അത് ജനങ്ങളാണ്. സുരേഷ് ഗോപിനെ കൊന്ന് ഞാൻ ഉള്ള കാര്യം പറയല. സുരേഷ് ഗോപി എത്രയും പെട്ടെന്ന് എനിക്ക് തോന്നണ് ഇന്ത്യ ഇവിടെ എന്തായിരിക്കും, അല്ലെങ്കിൽ കേരളം ഇവിടെ എന്തായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇനിയും ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനിയും ഇതുപോലെ എന്താ മന്ത്രിമാരും പല ആൾക്കാരും വന്ന് ഇതേമാതിരി വന്നിട്ട് കപൂറാക്കും. എന്തിനാണ് വെറുതെ? അറിയാൻ പാടില്ലെങ്കിൽ പണി ചെയ്യാതിരിക്കുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ എന്തായാലും പറയണം. ഓക്കെ.